കനത്ത മൂടൽമഞ്ഞാണ് ഉത്തരേന്ത്യയിൽ. അതുകൊണ്ട് തന്നെ വാഹന അപകടങ്ങളും പതിവായിരിക്കുന്നു. പക്ഷേ അപകടം അവസരമാക്കി മാറ്റുന്ന ചിലരെക്കുറിച്ചാണ് പറയാനുള്ളത്. ഉത്തർപ്രദേശിൽ മൂടൽമഞ്ഞിൽ ട്രക്ക് അപകടത്തിൽപ്പെട്ടു. കനത്ത മൂടൽമഞ്ഞാണല്ലോ, അപ്പോൾ തൊട്ട് മുന്നിലുള്ള വാഹനങ്ങളെ പോലും കാണാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. കോഴികളെ കയറ്റി വരികയായിരുന്നു ഈ അപകടത്തിൽപ്പെട്ട ട്രക്ക്. ലക്ഷക്കണക്കിന് രൂപയുടെ കോഴികളെ കൈക്കലാക്കാനായിരുന്നു ഈ ഓടിക്കൂടിയവരൊക്കെ ശ്രമിച്ചത് എന്നതാണ് കൗതുകകരം. വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. നാണമില്ലേ നിങ്ങൾക്ക് എന്നാണ് കാണുന്നവരൊക്കെ ചോദിക്കുന്നത്. ये देखो भाइयों, एक्सीडेंट के अंदर ये यहाँ पर गाड़ी एक्सीडेंट हुई है, जिसमें देखो चोरों के आपका सादरा चुंगी 100 फुटे पर एक्सीडेंट हुआ है। मैं आपको दिखा रहा हूँ कई गाड़ियों में एक्सीडेंट। തത്സമയം അഭിരാമി മോഹനുണ്ട്. അഭിരാമി, ഇതിപ്പോ ആകെ നാണക്കേടായി എന്ന് പറയുന്നതിൽ യാതൊരു സംശയവും വേണ്ടല്ലേ? വല്ലാത്ത നാണക്കേടായി പോയി. ഒരു അപകടം സംഭവിച്ചപ്പോൾ ഈ കോഴികളെ പെറുക്കിക്കൊണ്ടു പോകാനുള്ള നെട്ടോട്ടം ആകെ സമൂഹ മാധ്യമത്തിൽ വൈറലാവുന്നു. അത് നമ്മുടെ നാടിന്റെ പേരിൽ തന്നെ പല നാട്ടിലുള്ളവർ കാണുന്നു എന്നൊക്കെ പറയുന്നത് പോലെ മോശം കാര്യം മറ്റൊന്നുമില്ല. അതേ മോത്തി, ഒരു അപകടം സംഭവിക്കുമ്പോൾ നമ്മൾ അതിനെ മുതലെടുക്കുക അല്ലല്ലോ ആദ്യം ചെയ്യേണ്ടത്. ആ അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കുക, അല്ലെങ്കിൽ ആ അപകടത്തിൽപ്പെട്ട വാഹനം മാറ്റി ഗതാഗതം സുഗമമാക്കുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഒരു അപകടം പറ്റുമ്പോൾ ആദ്യം ചെയ്യേണ്ടത്. ഇത് അവിടെ ഓടിക്കൂടിയ ആളുകൾ ചാക്കിലാക്കി കോഴിയെ പെറുക്കിക്കൊണ്ട് പോവുകയാണ്. ആ വാഹനത്തിൽ ലക്ഷക്കണക്കിന് രൂപയുടെ കോഴികളാണ് ഉണ്ടായിരുന്നത്. ഈ ക്രിസ്മസ് സീസണൊക്കെ അല്ലേ, അപ്പോൾ ലക്ഷക്കണക്കിന് രൂപ വരുന്ന കോഴികളാണ് വന്ന ആളുകൾ പെറുക്കിക്കൊണ്ട് പോകുന്നത്. ഇതിപ്പോൾ ഉത്തരേന്ത്യയിലൊക്കെ കനത്ത മൂടൽമഞ്ഞാണ്. നമ്മൾ ദിവസവും വാർത്തകളിൽ, ഇന്ന് രാവിലെ തന്നെ ഡൽഹിയിൽ നിന്ന് നമ്മൾ വാർത്തകളൊക്കെ കണ്ടതാണ്. അപ്പോൾ അത്തരത്തിൽ മൂടൽമഞ്ഞിൽ നിരവധി വാഹനങ്ങൾ കൂട്ടിയിടിക്കുകയായിരുന്നു ഉണ്ടായത് അവിടെ. അങ്ങനെയാണ് ഈ കോഴി കയറ്റി വന്ന ലോറിയും അപകടത്തിൽപ്പെട്ടത്. ആ അപകടത്തിൽപ്പെട്ട ലോറിയിൽ നിന്നാണ് ആളുകൾ ഇത്തരത്തിൽ ഇങ്ങനെ കോഴിയെ പറക്കിക്കൊണ്ട് പോകുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ അപകടം നടന്നപ്പോൾ ഈ മദ്യം കയറ്റി വന്ന ലോറി അപകടത്തിൽപ്പെട്ടപ്പോൾ മദ്യം ആളുകൾ എടുത്തുകൊണ്ട് പോകുന്ന വാർത്തകളൊക്കെ നമ്മൾ മുന്നേ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ നാട്ടിലൊക്കെ ഇടയ്ക്ക് ഇത്തരത്തിലൊരു വാർത്ത വന്നതാണ്. അത്തരത്തിലൊരു വാർത്തയാണ് ഇപ്പോൾ ഉത്തർപ്രദേശിലെ ആഗ്രയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ഈ എടുത്തുകൊണ്ട് പോയവർക്ക് അറിയില്ലല്ലോ ഈ ലോറി ഡ്രൈവർക്കുണ്ടാവുന്ന നഷ്ടം. ചിലപ്പോൾ അദ്ദേഹം ഏതെങ്കിലും ഒരാൾക്ക് വേണ്ടി മടങ്ങിയെടുക്കുകയായിരിക്കും. ഈ പാവപ്പെട്ടവനായിരിക്കണം ഇനി ആ നഷ്ടപ്പെട്ടതിൻ്റെ ഒക്കെ. തീർച്ചയായിട്ടും അഭിരാമി, അതാണ് ആ ഒരു വാഹനത്തിലുള്ളവരുടെ അവസ്ഥയാണ് ഏറ്റവും കഷ്ടം. ഇതൊക്കെ പെറുക്കിക്കൊണ്ട് പോകുന്നവർക്ക് കൊണ്ടുപോയാൽ മതി. പക്ഷെ ഇനി ഈ സാഹചര്യത്തെ എങ്ങനെ മറികടക്കും ഈ ജീവനക്കാർ എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം.